വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരികയാണ്. തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ 13 വയസ്സുകാരിയെ വിശാഖപട്ടണത്ത് കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നമ്മുടെ റിപ്പോർട്ടേഴ്സ് ഇപ്പം നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ രാവിലെയാണ് കുഞ്ഞിനെ തിരുവനന്തപുരത്ത് നിന്ന് കാണാതായത്. തിരുവനന്തപുരത്ത് നിന്ന് അവൾ ട്രെയിൻ മാർഗം കന്യാകുമാരി, നാഗർകോവിൽ കന്യാകുമാരി, ഇപ്പോൾ ചെന്നൈയിലെത്തിയെന്നുള്ള വിവരമാണ് നമ്മൾ അല്പം മുമ്പ് നമുക്ക് ലഭ്യമായിരുന്നത്. ഇപ്പോഴാണ് വിശാഖപട്ടണത്ത് എത്തി എന്നുള്ള വളരെ നിർണായകമായ വിവരം പുറത്തു വരുന്നത്. വളരെ സമർത്ഥമായ നീക്കമാണ് കുട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരത്തും കഴക്കൂട്ടത്ത് ഇന്നലെ രാവിലെ 10:30 കുഞ്ഞിനെ കാണാതാകുന്നത്. അസം സ്വദേശി അന്യസംസ്ഥാന തൊഴിലാളികളുടെ മകളാണ് ഈ കുട്ടി. ഇവൾക്ക് മലയാളം അറിയില്ല, ഹിന്ദി മാത്രമേ അറിയുകയുള്ളൂ, മറ്റു ഭാഷകളൊന്നും തന്നെ അറിയില്ല. ഇവിടുന്ന് ട്രെയിൻ മുഖേന വിശാഖപട്ടണത്ത് എത്തിയിരിക്കുകയാണ്. ആരുടെയും സഹായം പോലും ഇല്ലാത്തൊരു കുട്ടി. ആകെ 40 രൂപ കൊണ്ടാണ് യാത്ര തുടങ്ങിയിരിക്കുന്നത്. ഇത്രയും സമയമായിട്ടും ഭക്ഷണം കഴിക്കാനുള്ള കാശ് കൂടി കയ്യിലില്ല. ഓരോ സ്റ്റേഷനും കയറി ഇറങ്ങി കുടിവെള്ളം ശേഖരിച്ച് കുടിച്ച് ഓരോ നിമിഷവും തള്ളി നീക്കുകയാണ് കുട്ടി. കഴക്കൂട്ടത്ത് നിന്ന് ഇന്നലെ രാവിലെ 10:30 കുട്ടിയെ കാണാതാകുന്നു. വൈകിട്ടോടെ അന്വേഷണം അതിൻ്റെ ഊർജിതമായി തുടരുന്നു. ഇന്നലെ രാത്രി മുഴുവൻ കേരള പോലീസ് ഉൾപ്പെടെയുള്ള സംഘം കുട്ടിക്കായി തിരച്ചിൽ തുടരുകയാണ്. ഒരു രാത്രി മുഴുവൻ കുട്ടിക്കായി തിരച്ചിൽ തുടർന്നുകൊണ്ടേയിരുന്നു. ഇന്ന് പുലർച്ചെ കന്യാകുമാരിയിൽ നിന്ന് ഓട്ടോ ഡ്രൈവറുടെ അടക്കം മൊഴി വരുന്നു. കുട്ടിയെ കണ്ടതായി. അത് കണക്കിലെടുത്ത് കന്യാകുമാരിയിൽ തെരച്ചിൽ നടത്തുന്നു. കന്യാകുമാരിയിൽ സമഗ്രമായ തെരച്ചിലിന് ശേഷം അവിടെ നിന്ന് കുട്ടി കന്യാകുമാരിയിൽ ഇറങ്ങി എന്നുള്ള വിശദ വിവരങ്ങൾ നമുക്ക് CCTV ദൃശ്യങ്ങളടക്കം ലഭിക്കുന്നു. പക്ഷേ അവിടെ ഇറങ്ങിയ കുട്ടി വെള്ളം ശേഖരിച്ച ശേഷം അതേ ട്രെയിനിൽ തന്നെ യാത്ര തുടർന്നു. അതിനുശേഷം കുട്ടി ഇപ്പോൾ ചെന്നൈയിലെത്തി എന്നുള്ള വിവരമാണ് ഏതാണ്ട് 9 മണിയോടുകൂടി നമുക്ക് ലഭ്യമായിരുന്നത്. 9 മണിക്ക് ശേഷം ചെന്നൈയിൽ നിന്ന് കുഞ്ഞ് ബംഗളൂരുവിലേക്കാണോ അതോ വിശാഖപട്ടണത്തേക്കാണോ പോയത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ലായിരുന്നു. ഇപ്പോഴാണ് ഒടുവിൽ വിശാഖപട്ടണത്ത് എത്തിയിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നത്. 37 മണിക്കൂറുകൾക്ക് ശേഷമാണ് കുഞ്ഞിനെ വിശാഖപട്ടണത്ത് കണ്ടെത്തുന്നത്. ലെസ്ലി ജോൺ ഉണ്ട് നമുക്കിപ്പം. ലെസ്ലി, കുഞ്ഞിനെ വിശാഖപട്ടണത്ത് നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? വിജി, ആശ്വാസകരമായ ഒരു വാർത്തയിലേക്കാണ് വീണ്ടും കേരളം എത്തിച്ചേരുന്നത്. രാവിലെ കഴക്കൂട്ടത്തു നിന്നും കാണാതെ പോയ പെൺകുട്ടിയെ വിശാഖപട്ടണത്തിൽ വെച്ച് റെയിൽവേ സ്റ്റേഷനിൽ കണ്ടെത്തിയിരിക്കുന്നു. അവിടുത്തെ മലയാളി സംഘടനകളുടെ ഒരു വലിയ ഉത്സാഹം ഈ ഉദ്യമത്തിന് ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏകദേശം 1 മണിക്കൂർ മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ കുട്ടി ഈ ട്രെയിനിൽ താമ്പരത്തിൽ നിന്നും വിശാഖപട്ടണം വരുന്ന ട്രെയിനിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം ഇവർക്ക് ലഭിക്കുകയും ഇവർ അതനുസരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുകയായിരുന്നു. കുട്ടി കമ്പാർട്ട്മെൻറ്റിലെ ബെർത്തിൽ കമന്ന് കിടന്നുറങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു. ആഹാരം കഴിച്ചിട്ടുണ്ട് എങ്കിലും വലിയ ഒരു യാത്രയുടെ ക്ഷീണം കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ ഈ കുട്ടിയെ കണ്ടെത്തിയ മലയാളി സംഘടനാ സുഹൃത്തുക്കൾ വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ ആശ്വാസം പകരുന്ന ഒരു നിലയിലേക്ക് ഈ വാർത്ത മാറുകയും ചെയ്തിരിക്കുന്നു. വിജയ്, മലയാളി അസോസിയേഷൻ പ്രതിനിധികളാണ് കുട്ടിയെ കണ്ടെത്തിയെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുട്ടി അവരുടെ പക്കലാണോ? അടുത്ത നടപടിക്രമങ്ങൾ എന്തൊക്കെയാകും ലെസ്ലി? തീർച്ചയായും കുട്ടിയെ തേടിയുള്ള യാത്രയിൽ പോലീസും സമാനമായ ദിശയിലേക്ക് നീങ്ങിയിട്ടുണ്ട് എന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതനുസരിച്ച് പോലീസ് വിശാഖപട്ടണത്തിലേക്ക് പോവുകയും കുട്ടിയെ അവിടെ നിന്നും തിരിച്ച് കേരളത്തിലേക്ക് എത്തിക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് ഉള്ള തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു. ഇതനുസരിച്ചുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ചുള്ള ഒരു നിർദ്ദേശം
നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ അവശ നിലയിൽ തന്നെയാണ് ഈ കുട്ടി ഉണ്ടായിരിക്കുന്നത്. ഇനി കണ്ടെത്തേണ്ടത് ഈ കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായം സഹോദരനിൽ നിന്നോ മറ്റോ സഹായം ലഭിച്ചിരുന്നോ എന്നുള്ള കാര്യം അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല ഈ കുട്ടിയോടൊപ്പം മറ്റൊരു മലയാളിയുടെ സാന്നിധ്യം കൂടി ചില സംശയങ്ങൾക്ക് ഇട നൽകുന്നുണ്ട്. കാരണം ഈ കുട്ടിയുടെ സഹോദരനോ മറ്റോ ആണോ എന്നുള്ള ഒരു സംശയം കൂടി ഇവർ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും കുട്ടിയെ കണ്ടെത്തിയെന്ന വളരെ ആശ്വാസകരമായ ഒരു വാർത്തയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 37 മണിക്കൂറായി ഈ കുട്ടിക്ക് പിന്നാലെ പോലീസും മലയാളികളും എല്ലാവരും തന്നെ ഒത്തൊരുമയോടുകൂടി ഈ കുട്ടിയെ കണ്ടെത്താനുള്ള ഒരു കഠിന പ്രയത്നത്തിലായിരുന്നു. ആ പ്രയത്നത്തിന് അവസാനം ഫലമുണ്ടായിരിക്കുന്നു. വിശാഖപട്ടണത്തിലെ മലയാളി അസോസിയേഷൻ, മലയാളി സംഘടനകളുടെ ആളുകൾ ഇക്കാര്യങ്ങൾ കൃത്യമായി അറിയുകയും ചെയ്തിരിക്കുന്നു. അത്തരത്തിലുള്ള അറിവ് മനസ്സിലാക്കി 1 മണിക്കൂർ മുമ്പ് തന്നെ ഈ സംഘടനാ പ്രതിനിധികൾ സ്റ്റേഷനിലെത്തുകയും ഈ കുട്ടിയെ ട്രെയിൻ എത്തുന്ന സമയത്ത് തന്നെ കമ്പാർട്ട്മെൻറ്റിൽ കയറുകയും കുട്ടിയെ കണ്ടെത്തുകയുമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വിശാഖപട്ടണം പോലീസിന് ഈ കുട്ടിയെ കൈമാറിയ ശേഷം പോലീസിൽ നിന്നായിരിക്കും കേരള പോലീസ് കുട്ടിയെ ഏറ്റെടുക്കുകയും തിരുവനന്തപുരത്തേക്ക് മടക്കി എത്തിക്കുകയും ചെയ്യുക.